വളരെ നിർണായകമായ രാഷ്ട്രീയ ചലനങ്ങളിലേക്ക് പോകുമ്പോൾ AIADMK നേതാവ് ശ്രീ MA മസൂദ് നമ്മോടൊപ്പമുണ്ട്. മസൂദ്, രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പനീർശെൽവം മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്നും ഒരു ആത്മവിശ്വാസം, പകർന്നു കിട്ടിയ ആത്മവിശ്വാസത്തിന് എത്രത്തോളം ചാലകശക്തിയുണ്ട്, ചാലകശക്തിയാകാൻ കഴിയും തമിഴ് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ശശികലയ്ക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ? ഇപ്പോൾ ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് ഒരു നല്ല വ്യതിയാനം അല്ലെങ്കിൽ ഒരു നല്ല മാറ്റം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടായത്. ഒന്ന്, ദളപതി സ്റ്റാലിൻ ഡൽഹിയിൽ പ്രസിഡന്റിനെ കാണുന്നു, അത് ഒന്ന്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പനീർശെൽവം എത്രയോ കാലമായി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നിശബ്ദനായ പ്രവർത്തകൻ, വിഡ്ഢിയല്ല. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം. തമിഴ്നാട്ടിലെ ഭൂരിപക്ഷം സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണത്. കാര്യം ആരെയും അനുവദിച്ചില്ല ഹോസ്പിറ്റലിൽ അമ്മയെ നേരിട്ട് കാണാൻ. അനുവദിക്കാത്തത് ആര്? എന്തുകൊണ്ട് അനുവദിച്ചില്ല? അപ്പോൾ അതെല്ലാം അറിയാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ അറിയിപ്പോടുകൂടി പനീർശെൽവം മേൽക്കൈ നേടിയെടുത്തിരിക്കുകയാണ്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഹസ്നുൽ ബന്ന ദില്ലിയിൽ നിന്നും ചേരുന്നു. ശ്രീ ഹസ്നുൽ ബന്ന, അതായത് തമിഴ് വികാരങ്ങളെ തൊട്ട് അതിനെ, അല്ലെങ്കിൽ അത്തരം വൈകാരിക നിമിഷങ്ങളെ, തമിഴ് ജനത ആഗ്രഹിക്കുന്ന നിമിഷങ്ങളെ ആദ്യം തന്നെ സ്പർശിച്ചുകൊണ്ട് പനീർശെൽവം മുന്നോട്ട് പോകുന്നു. അതായത് ജയലളിതയിൽ ടച്ച് ചെയ്ത് ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലെല്ലാം വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ രണ്ടും കൽപ്പിച്ചാണ്. തികഞ്ഞ ഒരു ആത്മവിശ്വാസം പനീർശെൽവത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. എങ്ങനെയായിരിക്കും ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ എന്നൊക്കെയുള്ള നിലയിൽ താങ്കൾ ഈ വാർത്താ സമ്മേളനത്തെയും തുടർന്നുള്ള ചലനങ്ങൾ എങ്ങനെയായിരിക്കും? പ്രജീഷ്, ഈ ചർച്ച ഇവിടെ തുടരുന്നതിന് ഇടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി തമിഴ്നാടിൻ്റെ ഈ ഒരു അവസ്ഥയെ നേരത്തെ ഞാൻ പറയുകയുണ്ടായി. ഇപ്പോൾ ആ വാർത്താ സമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഈ ആത്മവിശ്വാസത്തിന് കാരണം തീർച്ചയായും ജനങ്ങളുടെയും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഒക്കെ പിന്തുണ ഇത് പനീർശെൽവത്തിന് അനുകൂലമാണ് എന്നൊരു ഘടകം ആ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പനീർശെൽവത്തിന് പുറമേ സംസാരിച്ച പാണ്ഡ്യനോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ മനോജ് കുമാർ നേരത്തെ ശശികല തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞ രണ്ടേ ആറുകളിൽ ഒരു ജീവിച്ചിരിപ്പുള്ള ഏക ആളാണ് ആ പാണ്ഡ്യനൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ. അതായത് ചോ രാമസ്വാമി ആയിരുന്നു ഒന്ന്. ചോ രാമസ്വാമി മരിച്ചു. ഇപ്പോൾ അതിന് ദൃക്സാക്ഷിയായി ഉള്ളത് ശശികല തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു എന്ന ജയലളിതയുടെ മൊഴിക്ക് സാക്ഷിയായുള്ള ഒരാളാണ് മറ്റൊരാൾ വാർത്താ സമ്മേളനത്തിനുണ്ടായിരുന്നത്. മറ്റൊരാൾ നാം ആരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, വാർത്താ സമ്മേളനം തുടങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വലത് ഭാഗത്ത്, പനീർശെൽവത്തിൻ്റെ വലത് ഭാഗത്തുണ്ടായിരുന്നത് ഞാൻ നേരത്തെ ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ച മൈത്രേയനാണ്. അതായത് മുൻ RSS പ്രവർത്തനായിരുന്നു, പിന്നീട് ADMKയിൽ ചേർന്നു. ADMKയിൽ ചേർന്ന ശേഷവും കേന്ദ്രത്തിൽ MP ആയി എത്തി, രാജ്യസഭയിൽ MP ആയി എത്തി, BJPയുമായി ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന നേതാവായിരുന്നു മൈത്രേയനെ ജയലളിത ഒരു ഘട്ടത്തിൽ രാജ്യസഭാ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയത് അദ്ദേഹത്തിൻ്റെ വിധേയത്വം തന്നോടുള്ളതിനേക്കാൾ വിധേയത്വം BJPയോടുണ്ടോ എന്നൊരു സംശയം തോന്നിയ ഘട്ടത്തിലാണ് ജയലളിത നേരത്തെ മൈത്രേയനെ മാറ്റി പകരം മറ്റൊരാളെ രാജ്യസഭാ കക്ഷി നേതാവാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഒരു നിയന്ത്രണം തീർച്ചയായും തമിഴ്നാട്ടിലെ ഈ സംഭവവികാസങ്ങളിൽ കാണുന്നുണ്ട്. ജനങ്ങൾ പനീർശെൽവത്തോടൊപ്പമാണെങ്കിലും പനീർശെൽവത്തിന് ഇങ്ങനെ നിൽക്കാനുള്ളൊരു ബലം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ ജയലളിത മൈത്രേയനെ മാറ്റി നിർത്തിയിരുന്നത് തൻ്റെ വോട്ട് ബാങ്കിലുള്ള, തമിഴ്നാട്ടിലെ തൻ്റെ വോട്ട് ബാങ്കിലുള്ള
ബി ജെ പിയുടെ കണ്ണ് മനസ്സിലാക്കി, ബി ജെ പി കണ്ണ് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി തൻ്റെ വോട്ട് ബാങ്കിൻ്റെ വിഹിതം ബി ജെ പി എടുക്കുന്നത് തടയാനായിരുന്നു നേരത്തെ മൈത്രേയനെ മാറ്റിയത്. ഇപ്പോൾ ജയലളിതയുടെ യുഗം അവസാനിച്ചു, ഇനി മറ്റൊരു ചരിത്രത്തിലേക്ക് തമിഴ് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നിർണായകമായ ഈ മാറ്റങ്ങൾ അത്യന്തം സങ്കീർണമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി നിലവിൽ പന്നീർശെൽവത്തെ അവർ ഇഷ്ടപ്പെട്ടിരുന്നു. അതിനുള്ളൊരു കാരണം ബി ജെ പിക്ക് അടുത്ത ഓഗസ്റ്റ് വരെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതായിരുന്നു. ഇത്തരത്തിലുള്ള ഹ്രസ്വകാല അജണ്ടയും അതേസമയം തമിഴ്നാടിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ദീർഘകാല അജണ്ടയും ബി ജെ പിക്കുണ്ട്. ഈ ഘട്ടത്തിൽ ശശികലയേക്കാൾ, കാരണം ശശികല തങ്ങളുടെ വരുതിയിൽ നിൽക്കില്ല എന്നൊരു തോന്നൽ ബി ജെ പിക്കുണ്ട്. മാത്രമല്ല ഇത്രയും ജനങ്ങൾ വെറുത്ത ഒരു നേതാവിനെ ഉപയോഗിച്ച് എന്തെങ്കിലും രാഷ്ട്രീയ നീക്കം നടത്തിയാൽ ആ രാഷ്ട്രീയ നീക്കം തങ്ങളുടെ രാഷ്ട്രീയപരമായ ആത്മഹത്യയാകുമെന്ന് ബി ജെ പി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ മൈത്രേയനെ പന്നീർശെൽവത്തോടൊപ്പം നിർത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ജനാധിപത്യപരമായ ഒരു മാനത്തിൽ നിന്നുകൊണ്ട് നാം ഈ വിഷയത്തെ കാണുമ്പോൾ പന്നീർശെൽവം പറയുന്നിടത്താണ് ശരി. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എം എൽ എമാരുണ്ടോ എന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തിൽ ഒരു പക്ഷേ കണക്കുകൾക്കാണ് സ്ഥാനം. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം ഒരു പക്ഷേ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വെല്ലുവിളിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഒരു 10-22 എം എൽ എമാരുടെ പിന്തുണയെങ്കിലും ഉണ്ടെങ്കിൽ കോൺഗ്രസും DMK-യും അടക്കമുള്ളവർ അദ്ദേഹത്തെ പിന്തുണക്കാൻ തയ്യാറാകും. ഒരു 10-20 എം എൽ എമാർ ആ പക്ഷത്തു നിന്ന് ഇങ്ങോട്ട് മാറ്റിയാൽ തന്നെ ഒരു പക്ഷേ ശശികലയുടെ സ്വപ്നം പിന്നീട് പൂവണിയുകയില്ല. ഈ ഒരു ഘട്ടത്തിൽ ശശികലയ്ക്ക് ഇനി ചെയ്യാൻ കഴിയുക തനിക്കാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുത്ത് കൊടുക്കാനാണ്. ആ എഴുത്ത് ഗവർണർക്കാണ് നൽകേണ്ടത്. പക്ഷേ ആ എഴുത്ത് സ്വീകരിക്കാൻ ഗവർണർ ഇനിയും ചെന്നൈയിലെത്തിയിട്ടില്ല. ഇത് വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ കൃത്യമായ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഗവർണർ എന്ന നിലക്ക് അവിടുത്തെ രാഷ്ട്രീയമായ ചേരിതിരിവിൽ ഇടപെടേണ്ട കാര്യം ഗവർണർക്കില്ലായിരുന്നു. മറിച്ച് ഭൂരിപക്ഷം എം എൽ എമാർ തങ്ങളുടെ പക്ഷത്താണെന്ന് അല്ലെങ്കിൽ ADMK-യുടെ പാർലമെന്ററി പാർട്ടി നിയമസഭാ കക്ഷി യോഗം നേതാവായി തെരഞ്ഞെടുത്ത ആളെ മുഖ്യമന്ത്രിയായി വിളിക്കാൻ ഭരണഘടനാപരമായ യാതൊരു തടസ്സവും ഗവർണർക്കില്ലായിരുന്നു. അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്ന് ഇങ്ങോട്ട് എത്താതിരിക്കാൻ കാരണം കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. തങ്ങളുടെ വരുതിയിൽ കൂടി കാര്യങ്ങൾ നിൽക്കണമെന്ന് ബി ജെ പിക്ക് ആഗ്രഹമുണ്ട്. കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലെ ADMK MP-മാർ, രാജ്യസഭയിലെ MP-മാർ, അതോടൊപ്പം തന്നെ തമിഴ് നിയമസഭയിൽ അവർക്കുള്ള MLA-മാർ, ഇത് തമിഴ്നാട് നിയമസഭയിൽ